ഇന്നൊരു കഥ കേട്ടാലോ? ഒരു പുരാണ കഥ. ഭർത്താവായ ഗൗതമന്റെ ശാപത്താൽ കല്ലായി തീർന്ന അഹല്യയുടെ കഥ. ഒരിക്കൽ ഇന്ദ്രന് അഹല്യയോട് അനുരാഗം തോന്നി. ഗൗതമ മഹർഷി വീട്ടിലില്ലാതിരുന്ന തക്കം പാർത്ത് ഇന്ദ്രൻ ഗൗതമ വേഷം ധരിച്ച് ആശ്രമത്തിൽ ചെന്നു. പാവം അഹല്യ അത് സ്വന്തം ഭർത്താവ് തന്നെയാണെന്ന് കരുതി. ആ സമയം അവിടെ എത്തിയ യഥാർത്ഥ ഭർത്താവ് അഹല്യയെ ശപിച്ച് ഒരു കല്ലാക്കി മാറ്റി. ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ പാദസ്പർശമേറ്റ് പൂർവ്വരൂപം പ്രാപിക്കുമെന്ന് ശാപമോക്ഷവും കൊടുത്തു. അങ്ങനെ വർഷങ്ങളോളം അഹല്യ ശിലയായി നിന്നു. ജനക രാജധാനിയിലേക്കുള്ള യാത്രക്കിടയിലാണ് അഹല്യാദേവിയുടെ കഥ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനിൽ നിന്നും അറിയുന്നത്. അങ്ങനെ രാമന്റെ പാദസ്പർശമേറ്റയുടൻ അഹല്യ പൂർവ്വരൂപത്തിലായി. ഈ കഥ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടല്ലേ? പക്ഷേ ബാലി സുഗ്രീവന്മാരുടെ വളർത്തമ്മയായിരുന്നു അഹല്യ എന്ന് കേട്ടിട്ടുണ്ടോ? ആ കഥ കൂടി പറഞ്ഞു തരാം. സൂര്യന്റെ എരാളിയായിരുന്നു അരുണൻ. അദ്ദേഹം ഒരിക്കൽ സ്ത്രീവേഷം കെട്ടി ദേവലോകത്തു പോയി. അവിടെ വച്ച് ഇന്ദ്രന് അവരിൽ ആസക്തി ഉണ്ടാവുകയും അവർക്കൊരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ഇങ്ങനെയൊന്ന് ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല കേട്ടോ. അങ്ങനെ ആ കുഞ്ഞിനെ അരുണൻ അഹല്യയുടെ അടുത്ത് കൊണ്ടുപോയി വളർത്താൻ ഏൽപ്പിച്ചു. തിരിച്ചെത്തിയ അരുണൻ സംഭവങ്ങളെല്ലാം സൂര്യനെ ധരിപ്പിച്ചു. ഉടനെ സൂര്യനൊരാഗ്രഹം അരുണനെ സ്ത്രീ രൂപത്തിൽ കാണണമെന്ന്. അവർക്ക് ജനിച്ച പുത്രനെയും വളർത്താനായി അഹല്യയെ ഏൽപ്പിച്ചു. കുറെ കാലം അഹല്യ കുഞ്ഞുങ്ങളെ നന്നായി നോക്കി വളർത്തി. പക്ഷേ ഭർത്താവായ ഗൗതമ മഹർഷിക്ക് അവരെ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കൽ അയാൾ അവരെ ശപിച്ച് വാനരന്മാരാക്കി. അവർ കാട്ടിലേക്ക് ഓടിപ്പോയി. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ദ്രൻ കഥയെല്ലാം അറിഞ്ഞത്. കാട്ടിൽ നിന്ന് രണ്ടുപേരെയും അദ്ദേഹം കണ്ടുപിടിച്ചു. മൂത്തവന് നീളമുള്ള വാലുണ്ടായിരുന്നതിനാൽ അവനെ ബാലി എന്നും, ഇളയവന്റെ ഗ്രീവം അതായത് കഴുത്ത് ഭംഗിയുള്ളതായി തോന്നിയതിനാൽ അവനെ സുഗ്രീവൻ എന്നും വിളിച്ചു. കിഷ്കിന്ധ രാജാവായിരുന്ന വൃക്ഷരജസിന് കുട്ടികളില്ലായിരുന്നു. അദ്ദേഹം ബാലി സുഗ്രീവന്മാരെ സ്വന്തം മക്കളായി ദത്തെടുത്തു.